ഹായ്, എൻ്റെ പേര് മനു ജോസ്. ഞാൻ അപ്പാർ കേബിൾ സൊല്യൂഷൻസിൻ്റെ അസിസ്റ്റന്റ് മാനേജറാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അപ്പാർ കേബിൾ സൊല്യൂഷൻസിൻ്റെ 3 പ്രോഡക്റ്റുകളെ കുറിച്ചാണ്. പ്രധാനമായിട്ടും നമ്മളൊരു വയർ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ഏത് ബ്രാൻഡാണെന്നുള്ളതാണ്, അല്ലേ? നമ്മളൊരു വയർ തിരഞ്ഞെടുക്കാനായിട്ട് ഒരു കടയിലേക്ക് ചെല്ലുമ്പോൾ സാധാരണ വയർ നോക്കിയല്ല നമ്മൾ വയർ തിരഞ്ഞെടുക്കാറ്. ശരിക്കും നമ്മൾ ബ്രാൻഡ് നോക്കിയാണ് വയർ തിരഞ്ഞെടുക്കാറ്. ഒരു ബ്രാൻഡിന് അതിന് ഇൻസുലേഷനെ ബേസ് ചെയ്തിട്ടും അതിൻ്റെ കോപ്പറിനെ ബേസ് ചെയ്തിട്ടും പല മോഡൽ വയറുണ്ടെന്നുള്ള കാര്യം നമ്മൾക്ക് ഇന്നും അറിയാത്ത കാര്യമാണ്. ഉദാഹരണത്തിന് ഒരു കമ്പനിക്ക് അവരുടെ ബേസിക് മോഡൽ എന്ന് പറയുന്നത് സാധാരണ FR കേബിളുകളാണ്, ഫ്ലെയിം റിട്ടാർഡൻറ്റ് കേബിൾസ്. അതായത് 70 ഡിഗ്രി ചൂട് 40 സെക്കൻഡ് മാത്രം വിസ്റ്റാൻഡ് ചെയ്യാൻ കഴിവുള്ള കേബിളുകളെയാണ് നമ്മൾ FR കേബിളുകൾ എന്ന് പറയുന്നത്. കൂടാതെ FRLS കേബിൾ, ഫ്ലെയിം റിട്ടാർഡൻറ്റ് ലോ സ്മോക്ക് കേബിളുകളാണ് നമ്മൾ FRLS കേബിൾ എന്ന് പറയുന്നത്. അതായത് തീ പിടിച്ചാലും അതിൽ നിന്നും ഉയർന്നു വരുന്ന പുകയുടെ അളവ് കുറവായിരിക്കും. അതുകൂടാതെ ZHFR കേബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രീമിയം ടൈപ്പ് കേബിളുണ്ട്. അതായത് സീറോ ഹാലജൻ ഫ്ലെയിം റിട്ടാർഡൻറ്റ് കേബിളുകളാണ് നമ്മൾ അതുപോലെ പറയുന്നത്. അതുപോലെ LFFR കേബിൾ, ലെഡ് ഫ്രീ ഫ്ലെയിം റിട്ടാർഡൻറ്റ് കേബിൾ. ഇനി മാർക്കറ്റിൽ പ്രീമിയം സെഗ്മെൻറ്റിൽ നിൽക്കുന്ന ഒരു കേബിളുകളാണ് HRFR കേബിളുകൾ. 80 ഡിഗ്രിക്ക് മുകളിൽ ചൂട് താങ്ങാൻ ശേഷിയുള്ള എല്ലാ കേബിളിനെയും നമ്മൾ വിളിക്കുന്നത് HRFR കാറ്റഗറിയിലാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ വയറും ഈ പറയുന്ന HRFR കേബിളുകളാണ്. കാരണം ദിനം പ്രതി ചൂട് കൂടി വരുന്ന കാലാവസ്ഥയാണ് നമുക്കിന്ന് കേരളത്തിൽ അനുഭവപ്പെടുന്നത്. അപ്പോൾ ചൂടിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള വയറുകൾ വേണം ഇനി അങ്ങോട്ട് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കാനായിട്ട്. 80 ഡിഗ്രിക്ക് മുകളിൽ ചൂട് താങ്ങാൻ ശേഷിയുള്ള പല ടൈപ്പ് വയറുകൾ നമുക്കിന്നറിയാം. അപ്പാർ അണുശക്തി എന്ന് പറയുന്ന അപ്പാറിൻ്റെ ഈ 3 പ്രോഡക്റ്റുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ഇലക്ട്രോൺ ബീം ടെക്നോളജി ഇന്ത്യയിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ച കമ്പനി അപ്പാർ കേബിൾ സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഇന്ത്യൻ കമ്പനിയാണ്. അപ്പോൾ അവരുടെ 3 പ്രോഡക്റ്റുകൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അപ്പാർ അണുശക്തി എന്ന് പറയുന്ന EBXL HRFR കേബിളുകളാണ്. കൂടാതെ അവരുടെ ഏറ്റവും സുപ്പീരിയർ പ്രോഡക്റ്റ് അപ്പാർ അണുശക്തി ഫയർ പ്രൊട്ടക്ട് HFFR കേബിളുകളാണ്. കൂടാതെ മൂന്നാമത്തെ പ്രോഡക്റ്റ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന അപ്പാർ ശക്തി ഗ്രീൻ എന്ന് പറയുന്ന അവരുടെ HRFR LSH LF കേബിളാണ്. അപ്പോൾ ഇനി ഈ പറയുന്ന 3 കേബിളുകളെയും കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് പഠിക്കാം. അവരുടെ ഏറ്റവും സുപ്പീരിയർ പ്രോഡക്റ്റാണ് അപ്പാർ അണുശക്തി ഫയർ പ്രൊട്ടക്ട് എന്ന് പറയുന്ന HFFR കേബിൾ. അപ്പോൾ ഈ വയറിൻ്റെ പ്രത്യേകത, ഇത് ഹാലജൻ ഫ്രീ ഫ്ലെയിം റിട്ടാർഡൻറ്റ് കേബിളാണ്, HFFR കേബിളാണ്. അതായത് സീറോ ഹാലജനാണ്, അതുപോലെ തന്നെ ലോ സ്മോക്കാണ്. ഇൻ കേസ് ഒരു ഓവർലോഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ വയറിൽ ഉണ്ടാകുന്നത് പോലെ സ്മോക്ക് വരിക അങ്ങനെയുള്ള പുകയൊന്നും ഈ വയറിൽ ഉണ്ടാകില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ടെമ്പറേച്ചർ വിഷയ കപ്പാസിറ്റി സാധാരണ വയറിൽ നിന്നും ഏകദേശം 50% കൂടുതലായിരിക്കും. അതായത് 120 ഡിഗ്രിയാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ വിഷയ കപ്പാസിറ്റി, അപ് ടു 250 ഡിഗ്രിയാണ്. അതായത് ഒരു വയറിൻ്റെ മാക്സിമം ഷോർട്ട് സർക്യൂട്ട് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എല്ലാ വയറിൻ്റെയും പാക്കറ്റിൽ ബാക്ക് സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾ നോക്കി വാങ്ങേണ്ട ഒരു കാര്യമാണ്. അതായത് ഒരു വയർ ഓവർലോഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഷോർട്ട് സർക്യൂട്ട് ആവാനുള്ള മാക്സിമം ടെമ്പറേച്ചർ, അതായത് ഇൻസുലേഷൻ്റെ കപ്പാസിറ്റിയാണ് ആ പറയുന്നത്. അത് 250 ഡിഗ്രിയാണ് അപ്പാർ അണുശക്തി ഫയർ പ്രൊട്ടക്ട് എന്ന് പറയുന്ന ഈ വയറിന്. അതായത് സാധാരണ വയറിനേക്കാളും ഏകദേശം 50% ഇതിൻ്റെ ടെമ്പറേച്ചർ വിസ്റ്റാൻഡ് കപ്പാസിറ്റി കൂടുതലാണ്. ഒരു ഓവർലോഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് വിസ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ വയറിനുണ്ട്. സാധാരണ 1 സ്ക്വയർ mm വയർ 11 ആംപിയർ ക്യാരി ചെയ്യുമ്പോൾ അപ്പാറിൻ്റെ 1 സ്ക്വയർ mm ക്യാരി ചെയ്യുന്നത് ഏകദേശം 22 ആംപിയർ കറണ്ടാണ്. അതായത് നോർമൽ വയേഴ്സിൻ്റെ 2.5 സ്ക്വയർ mm ക്യാരി ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കറണ്ട് അപ്പാറിൻ്റെ 1 സ്ക്വയർ mm ക്യാരി ചെയ്യും. അതായത് ഏകദേശം 100% സാധാരണ വയറിനേക്കാൾ കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി കൂടുതലാണ് അപ്പാറിൻ്റെ ഫയർ പ്രൊട്ടക്ട് എന്ന് പറയുന്ന ഈ ബ്രാൻഡിന്. അതുപോലെ തന്നെ ഇതിൻ്റെ ലൈഫ്, അതായത് ഏതൊരു വയറിനും, എല്ലാ PVC വയറിനും ഒരു ലൈഫുണ്ട്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് നിർദ്ദേശിക്കുന്നത് ഏതൊരു വയറും 15 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനുവദനീയമായ അളവിൽ കൂടുതൽ എർത്ത് ലീക്കേജോ ഇൻസുലേഷൻ റെസിസ്റ്റൻസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെഗർ ചെക്ക് ചെയ്തതിന് ശേഷം എന്തെങ്കിലും അളവ് വ്യത്യാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും റീവയർ ചെയ്യാൻ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് നിർദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ വീടുകളിൽ അത് ചെയ്യുന്നില്ല. കാരണം അതുകൊണ്ടാണ് നമ്മുടെ വീടുകളിലെ കറണ്ട് ചാർജ് പതുക്കെ കൂടി വരുന്നത്. ഇനി ഒരു 12 to 15 വർഷം കഴിഞ്ഞ് വീടിൻ്റെ വയറൊക്കെ റീവയർ ചെയ്യാനായിട്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ലോ ക്വാളിറ്റി വയറൊക്കെ ഇട്ട് വയർ ചെയ്തിട്ട് കറണ്ട് ചാർജ് അവസാനം കൂടുതലാണ്,
അവസാനം നമ്മൾ സഖി കെട്ട് നമ്മൾ റീവയറിംഗ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിലേക്കൊക്കെ പോകും. അന്നേരം ആ വയറെടുത്ത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ആ വയറിന് ഇൻസുലേഷൻ പതുക്കെ ബൾജായിരിക്കുന്നുണ്ടാവും, അതായത് വണ്ണം കൂടിയിരിക്കുന്നുണ്ടാവും, അതുപോലെ തന്നെ ക്രാക്കിങ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ പറയുന്ന രൂപം മാറ്റങ്ങളെല്ലാം ഈ പറയുന്ന വയറിൽ ഉണ്ടാകുന്നതാണ്. അത് ഏതൊരു PVC മെറ്റീരിയൽ ആണെങ്കിലും ഒരു 12 to 15 വർഷം കഴിയുമ്പോൾ മുതൽ ഇതിൻ്റെ അടിസ്ഥാന ഘടനയിൽ വ്യത്യാസം വന്നു തുടങ്ങും. അപ്പോൾ ഈ വയറിൻ്റെ ലൈഫ് നമ്മുടെ കമ്പനി ഓഫർ ചെയ്യുന്നത് ഏകദേശം 70 വർഷമാണ്. അതായത് 70 years ലൈഫാണ് ഈ പ്രോഡക്റ്റിൻ്റെ ലൈഫ് കമ്പനി ഓഫർ ചെയ്യുന്നത്. കാരണം ഈ പറയുന്ന വയറിൻ്റെ ഇൻസുലേഷൻ നിർമ്മിച്ചിരിക്കുന്നത് XLPO മെറ്റീരിയൽ കൊണ്ടാണ്. ഈ വയറിൻ്റെ മെറ്റീരിയൽ ഒരു 70 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു രൂപമാറ്റവും ഇതിൽ സംഭവിക്കില്ല. കാര്യം ഇത് തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ്. ഇതിൻ്റെ അടിസ്ഥാന ഘടനയിൽ വ്യത്യാസം വരുത്തിയാണ്, അതായത് E-beam ടെക്നോളജിയിലൂടെയാണ് ഈ വയർ നിർമ്മിച്ചിരിക്കുന്നത്. കാറിൻ്റെ ഫയർ പ്രൊട്ടക്റ്റ് ഒരു എക്കോ ഫ്രണ്ട്ലി വയർ കൂടിയാണ്. കാരണം ടോക്സിക് ആയിട്ടുള്ള ഒരു എമിഷൻസും ഈ വയറിൽ നിന്നും ഒരു കാരണവശാലും ഉണ്ടാകില്ല. അതുകൊണ്ട് എക്കോ ഫ്രണ്ട്ലി വയറാണ്. കാരണം ഇതിൻ്റെ ടെമ്പറേച്ചർ വിസ്റ്റാൻഡിങ് കപ്പാസിറ്റി സാധാരണ വയറിനേക്കാളും വളരെ ഹൈ ആണ്. അതായത് 120 ഡിഗ്രി മുതൽ 250 ഡിഗ്രി വരെ വിസ്റ്റാൻഡിങ് കപ്പാസിറ്റിയുള്ള വയറാണ് അപ്പാർ അണുശക്തി ഫയർ പ്രൊട്ടക്റ്റ്.